ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവരെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോടിങ്ങനെ ചെയ്തത് എന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്ന് വന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വം മനുഷ്യത്വപരമായി മാനുഷ്യമായി യേശുക്രിസ്തു മനുഷ്യനാണെന്ന് വളരെ വ്യക്തമായി ഇത് തെളിയിക്കുന്നതോടൊപ്പം തന്നെ ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന വാക്യമാണ്. 12-ാം വയസ്സിൽ 3 ദിവസം മാതാപിതാക്കളിൽ നിന്ന് മാറി നിന്ന് തനിക്ക് ഒരു പ്രയാസം ഉണ്ടാകാതെ താൻ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ആ ആലയവുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് ചർച്ച് മിനിസ്ട്രി, ചർച്ചിന് വലിയൊരു സ്വാധീനമുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾ മാമോദീസായ്ക്കും കൺഫർമേഷനും മാത്രമായി സഭയിൽ കൊണ്ടുപോകുന്ന പതിവ് നമ്മൾക്കുണ്ട്. സഭയെ പലപ്പോഴും പലതരത്തിലും മറ്റു രീതിയിൽ കാണുമ്പോൾ യേശു കർത്താവ് ചെയ്തതുപോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ട് അടുപ്പിക്കാൻ സാധിക്കുന്നത് വിശേഷിച്ച് 12 വയസ്സ് വരെയുള്ള ആ പ്രായം, ആ 12 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ശരിയായി കൊണ്ടുവന്നതുകൊണ്ട്, ദൈവവുമായുള്ള ബന്ധം വന്നതുകൊണ്ട്, അതിനുശേഷം ദൈവം മനുഷ്യനായി വീണ്ടും ഇറങ്ങുകയാണ്. ആ 3 ദിവസം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന് വിശുദ്ധ കന്യാമറിയാവിനും വിശുദ്ധ ജോസഫിനൊപ്പം ഭവനത്തിൽ പോയി അവർക്ക് കീഴടങ്ങിയിരുന്ന ജ്ഞാനത്തിലും വളർച്ചയിലും മുതിർന്നു വന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെ കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ ഇത് ആധുനിക തലമുറ ഒരു പുതിയ തലമുറയിലേക്ക് കടക്കുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലേക്ക് കടക്കുമ്പോൾ, ദൈവകൃപയില്ലാതെ, ദൈവിക ജ്ഞാനമില്ലാതെ, ദൈവിക പരിജ്ഞാനമില്ലാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ ഒരു ആൾക്കും മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും യേശു കർത്താവ് ചെയ്തതുപോലെ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ 12 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട്, അതിനുശേഷവും മാതാപിതാക്കൾ കീഴ്പ്പെട്ട്, എന്നാൽ ആ 3 ദിവസം ദൈവവുമായുള്ള ബന്ധത്തിൽ യേശു കർത്താവിൻ്റെ ആ വലിയ ദൈവീയ പദ്ധതി, ദൈവത്വം, ആ ദൈവം പുത്രൻ എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിച്ച് ജനനം മുതൽ 12 വയസ്സ് വരെയുള്ള പ്രത്യേക സമയം ലഭിച്ചതുപോലെ കർത്താവ് ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക്, 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ വചനം ഒരു അത്ഭുതവും അനുഗ്രഹവുമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. 12 വയസ്സ് വരെയുള്ള രോഗികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് ദൈവീയ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള രോഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ശാപങ്ങൾ മൂലമുള്ള രോഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള രോഗമാണെങ്കിൽ, അവൻ രോഗികളെ സൗഖ്യമാക്കിയല്ലോ. ആ സൗഖ്യദായക ശുശ്രൂഷ കർത്താവ് ചെയ്തത് കർത്താവിൻ്റെ നാമത്തിൽ അടിയങ്ങളും അപേക്ഷിക്കുന്നു. അത്ഭുതം പ്രവർത്തിച്ചാട്ട് യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.